ഗൈസ് നമ്മൾ ചെറിയൊരു പർച്ചേസിന് ഇറങ്ങിയതാണ് പപ്പയുടെ കൂടെ. പപ്പയ്ക്ക് ബസ്സിനൊന്നും വരാൻ പറ്റില്ല. അപ്പം ഓട്ടോറിക്ഷ വിളിച്ച് ചോദിച്ചാൽ പോയാലും ചോദിക്കുക. ഏതാ മോനെ ഫുള്ള് റിച്ച് ടീമാണ് അല്ലേ? അതാ മോനെ നോട്ടം കേട്ടോ. ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു ഡിമാർട്ടിൽ പോകാൻ വേണ്ടി ചെറിയൊരു കുറച്ച് പർച്ചേസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ളൊരു ഡിമാർട്ട് ഉണ്ട്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് നൈസിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ബസ്സിന് വെയിറ്റ് ചെയ്തിട്ടാണ്. നമ്മളിപ്പോൾ ഉള്ളത് മുംബൈയിലാണ്. ഓ ഗൈസ്, ഞങ്ങൾ ബസ്സിൽ പരിപാടി നടക്കില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ നൈസിൽ ട്രെയിനിൽ പോകാനുള്ള പരിപാടിയിലാണ്. ബസ് കാത്തുനിന്ന് ഞങ്ങൾക്ക് ബസ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ നൈസിൽ ഇറങ്ങി നമുക്ക് ട്രെയിനിൽ പോകാനുള്ള ഒരു പരിപാടിയിലേക്കായി. ഇവിടുന്ന് അറൗണ്ട് ഒരു 1 കിലോമീറ്റേഴ്സിനടുത്ത് ഉള്ളൂ ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട്. സോ ഞങ്ങൾ ട്രെയിനിലേക്ക് അങ്ങനെ നടന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താറായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 800 മീറ്റേഴ്സ്. ഇവിടുന്ന് അന്തേരിയിൽ പോകണം. അന്തേരിയിൽ നിന്നാണ് നമ്മുടെ സ്ഥലത്തേക്ക് പോകേണ്ടത്. ഇവിടുന്ന് ഇച്ചിരി ഡിസ്റ്റൻസ് ഉണ്ട്. ആക്ച്വലി ബസ് പോകും, പക്ഷേ ബസ്സിനേക്കാൾ അപ്പം പറഞ്ഞു നമുക്കെന്നാൽ നടന്ന് ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ബസ്സിൽ നടന്നങ്ങോട്ട് ഇറങ്ങിയതാണ്. ഗൈസ്, ഞാൻ പപ്പേനോട് പറയായിരുന്നേ, നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലം അന്തേരി, നമ്മുടെ കള്ളന്മാരുടെയും പിടിച്ചുപറിക്കാരുടെയും മറ്റേ സാധനം പറഞ്ഞെടുക്കുക. അപ്പോൾ പപ്പയ്ക്ക് ചെറിയൊരു പേടിയൊക്കെ അല്ലേ? പേടിയുണ്ടോ? ഈ പപ്പ നല്ല ഗുണ്ട സെറ്റപ്പാണല്ലോ. ഐസ്, നല്ല വെയിൽ, നല്ല ചൂടാണ് കേട്ടോ. പറയുന്ന പോലെ ഒന്നുമല്ല. ഓഹ്, ഇതിന് ഏത് കാട്ടിക്കൂടെയാണോ ഇറങ്ങാൻ പോകുന്നത്? ഇവിടെ എക്സിറ്റ് ഒന്നും ഇല്ലടിയാ. അതിലാണ് തോന്നുന്നു എക്സിറ്റ്. ഇവിടുന്ന് നേരെ ഡിമാർട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക്, അയ്യോ റൂമിലേക്ക്. അപ്പോൾ ഭയങ്കര ചൂടുണ്ടോ. അയ്യോ, വേർത്തിങ്ങനെ പിടിച്ച് ഉപ്പാവാൻ തുടങ്ങി. ആണ് ഇവിടുത്തെ അവസ്ഥ. കള്ളന്മാരുടെ ശല്യം ഭയങ്കര കൂടുതലാണ്. സോ യു ഹാവ് ടു ബി കെയർഫുൾ ഗൈസ്. ഞാൻ ആദ്യമേ പപ്പയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇവിടുന്ന് 6 കിലോമീറ്റർ ഉണ്ട്. പപ്പ പറഞ്ഞു നമുക്ക് ബസ്സിന് പോകുന്ന പറഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു ബസ്സിന് വേണ്ട, നമുക്ക് നൈസിൽ ഓട്ടോറിക്ഷയ്ക്ക് പോകുന്ന പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 600 രൂപ ആവുന്നു. എന്നാൽ നീ റൂട്ടിൽ നമുക്ക് നടന്നു പോകുന്ന പറഞ്ഞേ. ഇതിപ്പോൾ ഹെലികോപ്റ്റർ വന്നു. അപ്പോൾ പപ്പ ഇപ്പോൾ പറയാം എനിക്ക് വയ്യ, ഒരു 600 രൂപ ആയാലും ശരി, ഒരു 600 രൂപ ആയാലും ശരി, നമുക്ക് എന്തായാലും എൻ്റെ ഓട്ടോറിക്ഷ വിളിച്ച് പോവാ, അതേ നടക്കുള്ളത്. എന്താണ് ബോസേ, വിശക്കുന്നുണ്ടോ? ഒരു ബിരിയാണി കഴിച്ചാലോ? പറ, എന്താ ചിരിക്കുന്നത്? മടിയാട്ടോ, ക്യാമറേൻ്റെ മുമ്പിൽ പറയാൻ ഭയങ്കര മടിയാണ്. അപ്പം ഈ ഇടയ്ക്ക് ഇരുന്ന് എൻ്റെ വീഡിയോസൊക്കെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫാൻസ് ഉള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഏത് നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞു. നമ്മൾ മുംബൈ ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വേറെ മുംബൈയിലെ ബസ്സൊക്കെയാണ് ഇതാ കാണുന്നതാണ്. മുംബൈയിലെ ബസ്. ഇവിടെ നമ്മൾ വക്കോളയ്ക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തേക്കുന്നത്. ഇവിടുന്ന് വക്കോള ഈസ്റ്റിലേക്കാണ് നമുക്ക് ആക്ച്വലി പോകേണ്ടത്. നല്ല സൗണ്ടാട്ടോ. മുംബൈ എന്ന് പറഞ്ഞാൽ ഒരു മറ്റേ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആ ഒരു വൈബ് തന്നെ കേട്ടോ. ബസ്സൊക്കെ നോക്കി മമ്മ സെറ്റപ്പ് ബസ്സൊക്കെ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബസ്സിൻ്റെ ഒരു സെറ്റൊക്കെ കേട്ടോ. ഇവിടെ ടിക്കറ്റിന് അടുത്തടുത്ത സ്ഥലങ്ങളെല്ലാം അടുത്തടുത്ത് തന്നെ കേട്ടോ. 6 കിലോമീറ്റർ അങ്ങോട്ടുള്ളൂ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങോട്ട്. നമ്മൾ അല്ലാണ്ട് നോക്കുമ്പോൾ വൻ ലോങ് പോലെ നമുക്ക് തോന്നും, പക്ഷെ സംഭവം എല്ലാം അടുത്തടുത്താണ്. അപ്പം നല്ല ടയർഡായിട്ടോ. പുള്ളിക്ക് നല്ല ഫുഡ് കഴിക്കാനുള്ള നല്ലൊരു ഇതായിട്ട് വൻ വിശപ്പാന്നൊക്കെ. ഉപ്പ് വാങ്ങണ്ടേ? ഉപ്പ് വാങ്ങിയില്ലല്ലോ. മറ്റേ നമ്മൾ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ കൊണ്ട് ഷോപ്പിംഗ് മാളിൽ പോയിട്ടുണ്ട്. അതേ അവസ്ഥയാണ്. എല്ലാത്തിനും പിടിച്ച് ഭയങ്കര ദേഷ്യം. ഇതെന്ത് കടയാന്നൊക്കെ ചോദിക്കുന്നത്. പുള്ളിക്ക് കടയൊന്നും ഇഷ്ടപ്പെട്ടില്ല അല്ലേ മേ? പറ. ഇഷ്ടപ്പെട്ടില്ല? പുള്ളിക്ക് ഇഷ്ടപ്പെട്ടതില്ല. പുള്ളിക്ക് അങ്ങനെ സാധനങ്ങൾ വെച്ചേക്കുന്നതൊന്നും പുള്ളിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ബില്ലിങ്ങിൻ്റെ ക്യൂ ഒക്കെ കണ്ടപ്പോഴേക്കും വൻ ദേഷ്യം എൻ്റെ അടുത്ത്. അയ്യോ, പുള്ളി തീരായിരുന്നു മോനെ. നമ്മുടെ ബില്ല് നമ്മൾ ഇപ്പം അത്യാവശ്യം ഒരു 2600 രൂപേൻ്റെ അടുത്തുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്.
ഫെയർ ഇനഫ്. ലൈക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ്, ഫാർ ബെറ്ററാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം ഒരു ഷർട്ടിനും ഇതിനൊക്കെ നമ്മൾ നോക്കുന്ന ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾക്ക് വരെ 400-500 രൂപ വാങ്ങുന്നുണ്ട്. പക്ഷെ ഇവിടെ ആ സെയിം സാധനം നമുക്ക് അതിന് നല്ല ക്വാളിറ്റിയിൽ സാധനം കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബെറ്റർ ഓപ്ഷൻ. പുള്ളിക്ക് പിടിച്ചില്ല കേട്ടോ. പുള്ളിക്ക് ആ ക്യൂവും ആ സാധനങ്ങളിങ്ങനെ അടുക്കി വെച്ചേക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ട് പപ്പയ്ക്ക് ഭയങ്കര ദേഷ്യം. പിന്നെ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ. അത് മാത്രമല്ല, മെയിൻ സാധനം വിശപ്പാണ്. ഞങ്ങൾ രാവിലെ ഒരു സാധനം കഴിക്കാണ്ട് ഇറങ്ങിയേക്കുന്നത്. അത് വേറൊരു കാര്യം. ഞാൻ പുറത്തുനിന്ന് കഴിക്കാത്തതുകൊണ്ട് പപ്പയ്ക്ക് പിന്നെ പുറത്തുനിന്ന് കഴിക്കാനുള്ളൊരു മൈൻഡ് ഇല്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആ റൂമിലേക്ക് പോയിട്ട് കഴിക്കുന്നു. കാരണം ഞാൻ കഴിക്കുമായിരുന്നു, ഇപ്പം ഞാൻ കുറച്ചായിട്ട് നിർത്തിയേക്കാം. ഗൈസ്, നമ്മുടെ പാക്കറ്റ് സാധനങ്ങളായിട്ട് നമ്മൾ നൈസിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് പപ്പ ഒരു സംഭവം ഓർമ്മിപ്പിച്ചേ, നമ്മുടെ അടുത്ത് ഉപ്പില്ല. അതായത് ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് നമ്മൾ വാങ്ങിയിട്ടില്ല. സോ അത് ഉപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കട തപ്പിക്കൊണ്ട് കിടക്കുക. ഒരു പലചരക്കട പോലും ഈ ഒരു ഏരിയയിലില്ല. ഹോട്ടലുണ്ട്, ചെരുപ്പടയുണ്ട്, എല്ലാ കടയുണ്ട്. പക്ഷെ ഒരു ഉപ്പ് കിട്ടാൻ പാകത്തിന് ഒരൊറ്റ കടയില്ല ഗൈസ് ഇവിടെ. വാട്ട് എ സിറ്റി മാൻ. കടയില്ല, ഉപ്പ് വാങ്ങാൻ ഒരു കടയില്ല. എന്താണെന്ന് നോക്കണേ. റോഡ് പണി കേട്ടോ. ഇത് മെട്രോ ആണോ എന്തോ നമുക്കറിയാം. ഒരു ഉപ്പ് വാങ്ങാൻ എന്തോരണം നടക്കണം ഗൈസ് നമ്മൾ. Come on man. Hey guys, നമ്മൾ റൂമിലെത്തി. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാം. നല്ല ഇതെന്താ ഞാൻ പറയുന്നില്ല, നമ്മളന്ന് അവിടെ നിന്ന് കഴിച്ചില്ലേ ആ സാധനം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. സോ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇവിടെ ആരുമില്ല, അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഉറക്കം. ഞാൻ ഇന്നത്തെ പരിപാടി അപ്പോൾ ഗായ്സ്, നാളെ മമ്മിക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ മമ്മിക്ക് അതിൻ്റെ ടെൻഷനും പപ്പ ഇവിടെ നിന്നിട്ട് പപ്പേനിട്ട് പഠിപ്പിക്കുന്ന കുറച്ച് രംഗങ്ങളാണ് ഗൈസ്. രണ്ടാൾ പേപ്പറും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് കുറേ സാധനങ്ങൾ എടുത്ത് ഇവിടെ കൊണ്ടുവച്ച്, ഇവിടെ ഇരുന്ന് കുറേ സാധനങ്ങൾ അങ്ങോട്ട് വെച്ച് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. പപ്പയ്ക്ക് ടെൻഷൻ ഉണ്ടോ അപ്പേ? അപ്പേ മമ്മിക്ക് ടെൻഷൻ ഉണ്ടോ? എന്ത് ദാറ്റ്സ് ആളോ? ഗുഡ്. പപ്പേനോട് ഇരിക്കണേ. പപ്പ ബസ്സിൽ ഞങ്ങൾ വരാൻ നേരത്ത് പപ്പേനോട് ഇരിക്കണേ, നീ ഇതാരെ കാണിക്കാനാണ് ഈ വീഡിയോ എടുക്കുന്നത്? നീ എന്തിനാ ഈ വീഡിയോ എടുക്കണേ? നീ എന്തിനാ ഇത് ഇങ്ങനെ ഇടുന്നേ? എന്ത് കിട്ടാനാണ് നിനക്ക്? ഗൈസ്, നിങ്ങൾ കേൾക്കണം. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ കണ്ടപ്പോഴേക്കും പപ്പ സൈഡിലേക്ക് പോയി. ഞാനെന്താ കളിയാക്കുന്നതെന്ന് കൂടി പറയണേ. ഞാൻ എന്താ കളിയാക്കിയെന്ന് കൂടി പറയണേ. അതൊക്കെയാ കളിയാക്കല് ഗൈസ്. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ പപ്പ അത് സീരിയസ് ആക്കി അങ്ങെടുത്ത് പപ്പങ്ങടുത്ത് വിചാരിച്ചോണ്ടിരിക്കുക ഞാൻ എന്താ പപ്പനെ കളിയാക്കിയാണ്. ആണ് ഈ മറ്റേ എന്നാ എന്തൊരു പഴഞ്ചൊല്ലില്ലേ, ഞാനത് പഴഞ്ചൊല്ലി ഇപ്പൊ പറയുന്നില്ല. കാരണം നല്ല ഉറക്കായിരുന്നു, ഇറങ്ങി നല്ല സുഖമായിരുന്നു. ഇനി രാത്രിയായി, ഇനി നാളെയാണ് ഗൈസ് ട്വിസ്റ്റ്. നാളെ എപ്പോഴാണ് ഇന്റർവ്യൂ? 7:30 ചക്ര ഹോട്ടലിൻ്റെ അവിടെ ചെല്ലണം. അവിടുന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വണ്ടി വരും, ഞങ്ങളെ കൊണ്ടുപോകും, എംബസിയിൽ എത്തിക്കും. നാളെയാണ് അപ്പൊ ഇന്റർവ്യൂ അല്ലേ? നാളെ രാവിലെ തന്നെ ഉണ്ടോ? ഒത്തിരി പേരുണ്ട്. വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പിള്ളേരുണ്ട്, സിയോണിലെ ആൾക്കാരുണ്ട്. അന്നേരം എല്ലാവർക്കും അത് ടൈം കറക്റ്റ് അറിയില്ല. പപ്പീൻ്റെ ഇടയ്ക്ക് ഒരു 10-20 വട്ടം എടുത്ത താരങ്ങൾ തന്നെ പറ്റി എടുത്തെടുത്ത് വലിക്കുന്നുണ്ട്. എന്താണ്
ശരി ഗൈസ്, പപ്പ എന്നോട് വീഡിയോ പിടിച്ചോളാൻ പറഞ്ഞിട്ട് പതപ്പ് പറ്റുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഇതെങ്ങോട്ടാ പോന്നെ? ഇതെങ്ങോട്ടാ പോന്നെ? നമ്മളെ കള്ളക്കുട്ട ഏതാ മോനെ? ഗൈസ്, പപ്പ ഈസ് ഓൺ ദ ബോട്ട് ഗൈസ്. പപ്പയ്ക്ക് സാധനം വേണ്ടേ? സോ ഗൈസ്, ഗുഡ് നൈറ്റ്. ഇത് ഞാൻ അവിടെ വാങ്ങിയ ടീഷർട്ടാണ് കേട്ടോ. രസമല്ലേ? നല്ലൊരു വാഷ് ഔട്ട് കളറാണ്. വേറെന്നോട് കണ്ടു ഒരു ഷർട്ട് കണ്ടു. ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ഫിറ്റ് സാധനം. നല്ലൊരു വാഷ് ഔട്ട് പോലത്തെ ഒരു ഷെയ്ഡ്. സോ ഇനി വേറെ പണിയൊന്നുമില്ല, നൈസിൽ പോയി കിടക്കണം. ഫുഡ് കഴിച്ച് അയ്യാ സവാള അരിച്ചിട്ട് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽപ്പുണ്ട്. സവാളയ്ക്ക് വൻ പവറാ എന്നിട്ടാ. അയ്യോ AC ഉണ്ട്. AC ഓണാക്കിയിട്ടേക്ക്. AC ക്ക് തണുപ്പില്ല, ഒരു കോപ്പില്ല. എന്ത് മണ്ണങ്ങാട്ട് AC ആണ്.